Stories of Marketing in Touch with Positive People. റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു മാനസിക തലം, ഒരു പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉള്ള ഒരു മാനസിക അവസ്ഥ, ഒരു പ്രോഡക്റ്റ് കൃത്യമായി ഷോപ്പുകളിൽ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് വരാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂകൾ, അല്ലെങ്കിൽ ആ കസ്റ്റമർ വേറൊരു ഷോപ്പിലേക്ക് പർച്ചേസിങ്ങിന് വേണ്ടി പോകുന്നു, നിങ്ങളുടെ അടുത്തില്ല, ഞാൻ 2 ദിവസമായി വന്നു, നിങ്ങൾ തരാമെന്ന് പറയുന്നു, ഇല്ല, അല്ലെങ്കിൽ സ്റ്റാഫുകൾ കൃത്യമായിട്ട് ഷോപ്പുകളിൽ വരുന്നില്ല, അവർ 1, 2, 3 ദിവസം ലീവ് എടുത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കത്തിൽ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്. ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഞാൻ എന്തിനു വേണ്ടി ഇത്രമാത്രം പ്രയാസപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി, വീട്ടിലുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി. ഇതിനേക്കാൾ ഉപരിയായിട്ട് അയാൾ ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ട്, ഒരു സേവനം. അനവധി പ്രോഡക്റ്റുകളാണ് ഒരു റീറ്റെയിൽ ഷോപ്പിലുള്ളത്, ആണല്ലോ. ഏത് തരം കസ്റ്റമർ വന്നാലും എന്ത് തരം പ്രോഡക്റ്റ് ആയാലും എടുത്തു കൊടുക്കാൻ ആ റീറ്റെയിലറിന് സാധിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുവിധ എല്ലാ ബ്രാൻഡുകളും ആ റീറ്റെയിൽ ഷോപ്പിൽ ഉണ്ടാവും. വിവിധങ്ങളായ ആൾക്കാർ, വിവിധങ്ങളായ കസ്റ്റമർ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ പ്രോഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. അവിടേക്കാണ് ഡിസ്ട്രിബ്യൂഷനും റീറ്റെയിലറും തമ്മിലുള്ള ആ അന്തരം വരുന്നത്. റീറ്റെയിലർക്ക് അനവധി കസ്റ്റമറെ ഡീൽ ചെയ്യേണ്ടവരുണ്ട്. ആ സമയം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നവരാണെങ്കിൽ അവർക്കൊരു റീറ്റെയിലറുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ മാനസിക അവസ്ഥ വളരെയധികം സങ്കീർണമായിട്ട് ഏത് ബിസിനസ്സുകാരൻ്റെ അവസ്ഥ പോലെ തന്നെ. കാരണം പലപ്പോഴും നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറുമ്പോൾ ഇത്രമാത്രം പ്രോഡക്റ്റുകളുടെ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഓർഡർ തീരുന്നതനുസരിച്ച് ഓർഡർ കൊടുക്കണം, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ കംപ്ലൈൻറ്റുകൾ, ഇതൊക്കെ ഇയാൾ ചെയ്ത് ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ഭാര്യയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വൈഫിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്, കുടുംബത്തിൻ്റെ എല്ലാവരുടെ ഭാഗത്തുള്ളൊരു സപ്പോർട്ട് ഉറപ്പായിട്ടും ആ മനുഷ്യന് കൊടുത്തിരിക്കണം. അത് ധാർമ്മികമായിട്ടുള്ള കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകണം. ഇന്നത്തെ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ, നമ്മൾ റീറ്റെയിൽ ബിസിനസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റീറ്റെയിലിനെ ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് എങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടണം. പവർ ഓഫ് റീറ്റെയിലറുടെ 50ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഒരു മാനസിക പിന്തുണയാണ്. എന്താണ് മാനസിക പിന്തുണ എന്ന് പറഞ്ഞാൽ, ഫാമിലിയിലേക്ക് കയറി വരുമ്പോൾ വളരെ അധികം മൂഡ് ഔട്ടായിട്ട് ഈ റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന വ്യക്തി ഇരിക്കുമ്പോൾ എന്താണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാകാം, ഇത് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഊണുമേശയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഈ റീറ്റെയിലുകാരൻ കുറച്ചൊക്കെ തുറന്നു പറയുന്ന വ്യക്തികളാണെങ്കിൽ തുറന്ന് പറയുമ്പോൾ കുറേയധികം പ്രോഡക്റ്റ് എടുത്തു, അത് വിറ്റ് പോകാത്തൊരു പ്രശ്നമുണ്ട്, പേയ്മെന്റ് കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവിച്ച കാര്യമാണ്. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് പുതുതായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് ഗൾഫിൽ നിന്ന് വന്ന ശേഷം കുറെ ഫണ്ടൊക്കെ എടുത്തിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെ ഈ ബിസിനസിനെ കുറിച്ച്, ഏകദേശം പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് അറിയാം, എങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യണം, എങ്ങനെ വരുന്ന കമ്പനിക്കാരെ ഡീൽ ചെയ്യണം, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം, ഈ വക കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ സഡൻ ആയിട്ട് ഒരു കമ്പനി അതോറിറ്റി ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വന്നപ്പോൾ
പ്രോഡക്റ്റുകൾ പ്രസന്റ് ചെയ്ത ശേഷം അപ്പോൾ ഈ ഷോപ്പിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഷോപ്പിന്റെ ഇതുപോലെ ഇരിക്കുമ്പോൾ ഷോപ്പിന്റെ പേരും അഡ്രസ്സും തരാമോ എന്ന് ചോദിച്ചപ്പോൾ സഡൻ ആയിട്ട് പെട്ടെന്ന് ഷോപ്പിന്റെ പേര് അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം വളരെ സഡൻ ആയിട്ട് ആ ചെയറിൽ നിന്നും എഴുന്നേറ്റ് ഓടി ഫ്രണ്ടിലേക്ക് പോയിട്ട് ഫ്രണ്ടിൽ ഷോപ്പിന്റെ പേര് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കിയിട്ട് ഷോപ്പിന്റെ പേര് പറഞ്ഞു. അപ്പൊ അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. എന്താണ് അങ്ങനെ ചെയ്തത്? ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തിന്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ പേരോ ഒക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അയാളുടെ ഒരു നിഷ്കളങ്കതയെ ഞാൻ ഇങ്ങനെ സല്യൂട്ട് ചെയ്തു. ഒരു വ്യക്തി എങ്ങനെയാണ് സിൻസിയറായ വ്യക്തിയാകുന്നത്? ആ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആത്മാർത്ഥത കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാർത്ഥ കൂടുതലുള്ളവർക്കാണ് അധികം പറ്റുന്നത്. ഇങ്ങനെ ആത്മാർത്ഥമായ വ്യക്തികൾ കുറെ ഓർഡേഴ്സ് ചിലപ്പോൾ എടുത്തു വെക്കും, അല്ലെങ്കിൽ പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ പ്രഷറായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ഷെയർ ചെയ്യും. അവരുടെ മാനസിക അവസ്ഥയും മാനസിക തലവും മനസ്സിലാക്കി ആ മക്കളാണെങ്കിലും വൈഫാണെങ്കിലും അതിന് അയാൾ ചെയ്ത ആ ആക്ടിവിറ്റി എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ കുറെ ഓർഡർ എടുത്തു വെച്ചു, പേയ്മെന്റ് കിട്ടിയിട്ടില്ല, അവർക്ക് കൊടുത്തു, എക്സ് എന്നുള്ള ഒരാൾക്ക് കൊടുത്തു, എക്സ് പൈസ തന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു? എന്തിനാണ് അങ്ങനെ കൊടുത്തത്? അത് മോശമായി പോയില്ലേ കൊടുത്തത്? ഇത് അറിയാമായിരുന്നില്ല ഇങ്ങനെ കൊടുക്കരുതെന്ന്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അത് ചോദിച്ചിട്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് പറയാമോ? കൊടുത്തുപോയി, കൊടുത്തല്ലോ, അത് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. കൊടുത്തു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇനി വെള്ളത്തിൽ നിന്നും ചാടല്ലേ, എന്തിനാ ചാടിയെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? വെള്ളത്തിലേക്ക് ചാടിയില്ലേ, ഇനി ചാടിയ വെള്ളത്തിൽ നിന്ന് എങ്ങനെ കര കയറാം എന്നല്ലേ ചിന്തിക്കേണ്ടത്? അതിനുള്ള സൊല്യൂഷനാണ് കുടുംബത്തിലുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനെങ്ങനെ അതാണ് ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥകളും മാനസിക തലവും മനസ്സിലാക്കി പെരുമാറണം എന്ന് പറയുന്നത്. അത് ഏത് ബിസിനസ് ആയാലും അങ്ങനെ ചെയ്യാവുള്ളൂ. അതിനെ നെഗറ്റീവ് കൊണ്ട് അയാൾക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് ആ ഒരു പ്രോബ്ലത്തെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിൽ ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിൽ അയാളുടെ അത് കൊടുത്ത കാര്യത്തിലുള്ള നെഗറ്റീവ് കൊണ്ട് അയാളെ വിമർശിക്കാതെ, അയാളെ ക്രിട്ടിസൈസ് ചെയ്യാതെ കൈപിടിച്ചുയർത്തി ഒപ്പം നിർത്താൻ നോക്കണം. എങ്ങനെ നമുക്ക് സോൾവ് ആയിട്ട് അത് പരിഹരിക്കാം? അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ട്? അയാളുടെ വീട് എവിടെയാണ്, അയാളുടെ ലൊക്കേഷൻ എവിടെയാണ്, അത് കണ്ടെത്തുക. നമുക്ക് ഒന്നിച്ച് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിച്ച കസ്റ്റമറെ ഫാമിലി ആയിട്ടൊന്ന് ഒരു കാറെടുത്ത് അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്ത് ഒന്ന് പോയി കാണുക. പേയ്മെന്റ് 1.5 ലക്ഷം തരാനുണ്ട്, ഞങ്ങളുടെ ബിസിനസ് പ്രസ്ഥാനം വളരെ പ്രയാസത്തിലാണ് പോകുന്നത്, സാർ ഈ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്തു തരുന്നത്, സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. എപ്പോഴും ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, പ്രത്യേകിച്ച് ഭാര്യയിൽ നിന്നുള്ള സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ്. അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം കുടുംബമാണ് അയാളുടെ സ്വർഗം. എല്ലാ മനുഷ്യരുടെയും സ്വർഗം എന്ന് പറയുന്നത് സ്വന്തം കുടുംബം തന്നെയായിരിക്കും. അത് പുറത്തുപോയി ജീവിക്കുന്നവർക്ക്, പുറത്തുപോയി പണിയെടുക്കുന്നവർക്ക്, നാട് വിട്ടു നിൽക്കുന്നവർക്ക് അതിന്റെ മഹത്വം മനസ്സിലാകും. സാമ്പത്തികമായ പ്രശ്നം വന്നു, ഒരു പനി വന്നു, അസുഖം വന്നു, പനി വന്ന് 2 ദിവസം പോകാൻ പറ്റാതെ വന്നു. അപ്പൊ റീറ്റെയിൽ ഷോപ്പിന്റെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല, ഞാൻ ഇതുവരെ ഷോപ്പിൽ പോയി ഇരുന്നിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മക്കളും ഭാര്യയും മാറാതെ ധൈര്യസമേതം മുന്നോട്ടിറങ്ങിത്തിരിക്കണം. നിങ്ങളുടെ പ്രസ്ഥാനമല്ലേ, നിങ്ങൾ ജീവിക്കുന്നത് ഇതുകൊണ്ടല്ലേ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നും അറിയില്ലെന്ന് വെച്ചിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളൂ. ഇറങ്ങി തിരിക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ എവിടെയും സക്സസ് ആവും. ഇപ്പോ ഒരു പനി വന്ന് 2 ദിവസം പോകാൻ പറ്റാതെ വന്നു, ഒന്നുകിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ, കുറച്ചൊക്കെ ഏജ്ഡായ മക്കളുണ്ടെങ്കിൽ മക്കൾക്കോ, അത് അവർ പഠിക്കട്ടെ. അവരെ അതിനു വേണ്ടി ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ ഇടയ്ക്കൊക്കെ ഷോപ്പിൽ വന്ന് സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരണം. ഇന്നൊക്കെ
സ്ത്രീകള്, ഫീമെയിൽസ് അധികം ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളായാലും റീറ്റെയിൽ ബിസിനസ്സുകളായാലും വളരെയധികം സജീവ സാന്നിധ്യമാണ്. മെയിലിനെ പോലെ തന്നെ സജീവ സാന്നിധ്യമായി ഫീമെയിൽസും ഇറങ്ങിത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പനിയോ ഒരു പ്രശ്നങ്ങളോ വന്നാൽ ഉറപ്പായിട്ടും സഹായ മനസ്സോടെ, കാരണം നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ്, അവിടെ ഇരിക്കുകയും അത് അവിടെയുള്ള സ്റ്റാഫുകളെയും ആ ബിസിനസ്സുകളെയും ഡീൽ ചെയ്യുകയും ഇനി എന്തൊക്കെ ചെക്ക് വരാനുണ്ട്, ആർക്കൊക്കെ ചെക്ക് കൊടുക്കണം, അത് ഈ റെസ്റ്റ് എടുക്കുന്ന റീറ്റെയിലറെ വീട്ടിൽ വിളിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താവശ്യമാണ് കൃത്യമായ കറക്റ്റായ കമ്മ്യൂണിക്കേഷൻ. ഈ ലോകത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഓരോന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് നടപ്പിലാക്കി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരു കസ്റ്റമറിന് പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അയാൾക്ക് 1 ലക്ഷം രൂപ ഇട്ട് കൊടുക്കാനുണ്ട്, അത് വിട്ടുകൊടുക്കുന്ന ഡേറ്റ് മാറി. അതിന് ആ സാമ്പത്തിക സ്രോതസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അടുത്ത ആഴ്ച പേയ്മെന്റ് കിട്ടും, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പേയ്മെന്റ് വരും. അപ്പോ ഫാമിലി, ഭാര്യ, മക്കൾ, നിങ്ങൾ കൂടി ആലോചിച്ച് എങ്ങനെ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഫണ്ട് അഡീഷണലായിട്ട് ഉണ്ടാക്കി 1 ലക്ഷം കൊടുത്തിട്ട് ഈ കസ്റ്റമറുടെ പേയ്മെന്റ് കിട്ടുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാമെന്നുള്ള വിധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ ഒരു ഫണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭാര്യയുമായിട്ട് ആലോചിക്കുകയും കുടുംബത്തിലെ മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് ആ ഫണ്ട് റൈസ് ചെയ്യാൻ ഒരു സന്നദ്ധത, അതിനുള്ള സപ്പോർട്ടായ മനോഭാവം കുടുംബത്തിലുള്ളവർ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഒന്നിച്ച് നീങ്ങാൻ, ഭാര്യ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഹസ്ബൻഡിനും, ഭർത്താവാണ് ബിസിനസ് ചെയ്യുന്നെങ്കിൽ വൈഫിനും സാധിച്ചിരിക്കണം. മക്കൾക്കും ഒരു കൂട്ടായ ഒരു കോർഡിനേഷൻ, ഒരു കൂട്ടായ്മ, കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ ഏത് ബിസിനസിന്റെയും സക്സസ് ആണെന്നുള്ള റിയാലിറ്റി അത് മനസ്സിലാക്കി വെക്കണം. കൂടുതലായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ റീറ്റെയിലർ ഒതുക്കി വയ്ക്കുന്നതാണ് നല്ലത്. കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അത് ചെയ്യാൻ പറ്റില്ല, നോ എന്ന് പറയാൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. ഒരു സ്കീം കിട്ടും, ആസ്ട്രേലിയയിലേക്ക് പോകാം, ദുബായിക്ക് പോകാം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്കത് എടുക്കാൻ പറ്റാത്ത ഭാരമാണെങ്കിൽ, നമ്മുടെ തലയിൽ അല്ലെങ്കിൽ 2 തോളുകളിലും തലയിലും വച്ചാലും നമുക്കത് എടുത്തു പോക്കാൻ പറ്റില്ല, നമ്മൾ വീണു പോകുമെങ്കിൽ ദയവായി അതിൽ നിന്നും പിന്മാറുക. നമുക്ക് പറ്റുന്നതേ ഇപ്പോൾ എടുക്കാവുള്ളൂ. അങ്ങനെ എടുത്തു വെച്ച് ഒരു മാനസിക സമ്മർദ്ദം കൂട്ടി അത് വിൽക്കാൻ പറ്റാതെ, കുറച്ച് ആൾക്കാർക്ക് വിൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കടം കൊടുക്കാൻ തയ്യാറാവും. കൊണ്ടുപോക്കോ, പൈസ തന്നാൽ മതി, കാരണം അത് വിറ്റ് പോകുന്നില്ല. കൊടുക്കുകയും ചെയ്യും, പിന്നെ ആ വഴിക്ക് ആള് വരില്ല. പിന്നെ 1 വർഷം വരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി. 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അന്ന് പ്രോഡക്റ്റ് എടുത്തു വെച്ച് കൊടുത്തതാണ്. എങ്ങനെ കൊടുത്തതാ? കൊണ്ടുപോക്കോ, പിന്നെ പൈസ തന്നാൽ മതി. റീറ്റെയിലർ പറയുകയാണ്. അയാൾ സുഖമായിട്ട് കൊണ്ടുപോയി, പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല. വിളിക്കുമ്പോൾ എന്ത് പറയും? നിങ്ങൾ എൻ്റെ അടുത്ത് വിൽക്കാത്ത സാധനങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിർബന്ധിച്ചെടുത്തല്ലേ, ഞാനത് പിന്നെ പൈസ തരാം. വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ എടുത്ത് വയ്ക്കാതെ, കുറച്ചൊക്കെ ആദ്യമായി റീറ്റെയിൽ ബിസിനസ്സിലേക്ക് തുടങ്ങുന്നവരായാലും, കുറച്ച് ഒരു എ ക്ലാസ് ഷോപ്പിന്റെ കാര്യമല്ല പറയുന്നത്, സാധാരണഗതിയിൽ ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങുന്നവര് വളരെ കൃത്യമായി ഫണ്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം. എത്ര പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്, പേയ്മെന്റ് ഏതൊക്കെ കസ്റ്റമറിൽ നിന്ന് പേയ്മെന്റ് കിട്ടാനുണ്ട്, ഒരു എക്സ്ട്രാ ഒരു അക്കൗണ്ടന്റിനെ കൂടി ഒരു പോസ്റ്റും കൊടുത്തിട്ട് അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ എന്തിനാണ് ഒരു അക്കൗണ്ടന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഫോളോ അപ്പ് ചെയ്യാൻ. വരാനുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങൾ എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര ദിവസം കഴിഞ്ഞത്, അതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കണം ആ അക്കൗണ്ടന്റിന്. ആ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ ആ അക്കൗണ്ടന്റിന് ഫോളോ അപ്പ് ചെയ്യണം. കസ്റ്റമറെ വിളിച്ചുകൊണ്ടിരിക്കണം. പൈസ വരാത്തതിന്റെ റീസൺ എന്നാണ് ഇനി തരാൻ പറ്റുന്നത്, അത് കൃത്യമായിട്ട് ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം. ആ ദിവസം വരുമ്പോൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ പൈസ ഇടിക്കണം. സെയിൽസിന് വേണ്ടി മാത്രമല്ല ഫോളോ അപ്പ് ചെയ്യുന്നത്, പേയ്മെന്റിന് വേണ്ടി കൃത്യമായ ഫോളോ അപ്പ് സിസ്റ്റം ഓരോ റീറ്റെയിൽ ഷോപ്പുകാരനും
അഡോപ്റ്റ് ചെയ്തിരിക്കണം, നടപ്പിലാക്കിയിരിക്കണം. നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനുള്ള വഴികളാണ് പറയുന്നത്. അങ്ങനെ മാനസിക സമ്മർദ്ദം കുറച്ച് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രം പർച്ചേസ് ചെയ്യുകയും ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് വിട്ടുകളയുകയും ആ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കാതെ സ്വതന്ത്ര മനസ്സോടെ നല്ല പോലെ കുറെ ഹാപ്പി കസ്റ്റമേഴ്സിനെ, നിങ്ങളുടേതായ കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചെടുക്കുകയും അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്ന് അങ്ങനെ റീറ്റെയിൽ ബിസിനസ് ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് പോയാൽ മനസ്സമാധാനമായിട്ട് സന്തോഷത്തോടെ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്തു വരും, ലാഭം കൂടിക്കൊണ്ടുവരും. ഒപ്പം വീട് സ്വർഗമാണ് എന്ന ആ റിയാലിറ്റി റിയലൈസ് ചെയ്യാനും സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.